ഹലോ ഫ്രണ്ട്സ്, hasyscornerലേക്ക് സ്വാഗതം. ഇന്നൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ലഡു. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊട്ടുകടലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പരിപ്പ് കടലെന്നും പറയട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ. അത് ഒരു കപ്പ്, പഞ്ചസാര അര കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് അതൊരു 3 ടേബിൾ സ്പൂൺ വേണം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പരിപ്പ് കടല അല്ലെങ്കിൽ പൊട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അധികം ബ്രൗൺ കളറാവുക, കളർ ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇട്ടാൽ മാത്രം മതി. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ വെറുതെ കുറച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണിത്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുറച്ച് തിന്നാൻ. ഞങ്ങൾ ഫ്രണ്ട്സും ഒന്നായിട്ട് ഇത് കുറച്ച് വാങ്ങിയിട്ട് കഴിക്കുമായിരുന്നു. വന്ന് ഇതും കപ്പലണ്ടിയില്ലേ, അതൊക്കെയാണ് എല്ലാവരും വാങ്ങാറുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതിനോടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇതിൻ്റെ ലഡു ഞാൻ കഴിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ലഡുവിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളും. നമ്മളെ പൊട്ടുകടല ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് മാത്രം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം. നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പൊട്ടുകടലയും പഞ്ചസാരയും ചേർന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു ലഡുവാണിത്. പരിപ്പ് കടല അല്ലെങ്കിൽ പൊട്ടുകടല, പഞ്ചസാര, നെയ്യ്, ഇത് മാത്രം മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള പാത്രം എടുക്കണ്ട കേട്ടോ. വേറെ കുറച്ചും കൂടി കുഴിയിലൊരു പാത്രം എടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുക്ക് ചെയ്ത സമയത്ത് നല്ല ഫൈൻ പൗഡറല്ലേ ഇത്. അതുകൊണ്ട് ഇപ്പുറത്തേക്കൊക്കെ ഇഷ്ടം പോലെ ചാടി പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ചും കൂടി കുഴിയുള്ള പാത്രം എടുത്തോളൂ, അതായിരിക്കും നല്ലത്. നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് വേണ്ടത്. ആ പാത്രത്തിൽ നിന്ന് തന്നെയാകുമ്പോൾ നമ്മുടെ കൈ വല്ലാതെ പൊള്ളും. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോട് കൂടി വേണം കേട്ടോ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൈ ചെറുതായിട്ടൊന്നും പൊള്ളും. പക്ഷേ കഴിക്കുന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൈ ഒരുപാട് പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ക്യാമറ ഓഫ് ചെയ്തു. പിന്നെയാണിത് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നെയ്യ് തടവി കുറച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ചൂടോട് കൂടിയാകുമ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ചൂട് കുറഞ്ഞ ശേഷമാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നതെന്ന് വെച്ചാലാണ് പാലോ എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യം വരിക. ഇതേപോലെ നമുക്ക് ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. സ്നാക്കായിട്ട് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള മുഴുവനും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡിയായി. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.